ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? എവിടെ പോവാണ്? നമ്മൾ ബാംഗ്ലൂർ പോവാണ് അല്ലേ? Let's go. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പെപ്പി ഹിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് മറ്റൊരു യാത്രയ്ക്ക് പോകാൻ പോവുകയാണ്. സോ കഴിഞ്ഞ കുറേ യാത്രകൾ പോലെ തന്നെ നിയാൻ ബേബിയും നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നു, അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, എങ്ങനെ യാത്ര ചെയ്യാം എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ യാത്രയോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ടിപ്സും ട്രിക്സും ഒക്കെയാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ടിപ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. ഇന്ന് നമ്മൾ അടുത്തൊരു യാത്രാ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ് നമ്മൾ ഹൈദരാബാദ് മാർത്താണ്ഡം ട്രിപ്പൊക്കെ പോയതുപോലെ തന്നെ നമ്മളിന്ന് ബാംഗ്ലൂരിലേക്ക് പോകണം. അപ്പോൾ ബാംഗ്ലൂരിലുള്ള വിശേഷങ്ങൾ, അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിലായിട്ട് കാണാൻ പറ്റും. സോ ഒരു കുഞ്ഞുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ യാത്ര എളുപ്പമാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആ യാത്ര വളരെ ഈസിയാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു യാത്ര തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് അതിരാവിലെ 6:30 അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമാണ് നമ്മുടെ നിയാൻ ബേബി ഏറ്റവും നന്നായിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ അവർക്ക് വളരെ വലിയൊരു ക്ഷീണത്തിലേക്കൊന്നും പോകത്തില്ല. കൂടുതൽ സമയം അവർ ഉറക്കമായിരിക്കും. അപ്പോൾ അവർ അതിൻ്റെ ഒരു ക്ഷീണം അവർക്ക് വലുതായിട്ട് അറിയത്തില്ല. അതുപോലെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡേറ്റ്സ് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ചില സമയങ്ങളിലെങ്കിലും നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഏകദേശം നമ്മുടെ റെയിൽ ടിക്കറ്റിൻ്റെയൊക്കെ ഒരു എമൗണ്ടിന് അടുപ്പിച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതും വളരെ സൗകര്യമായിരിക്കും അവർക്ക്. അതുപോലെ കുറച്ചെങ്കിലും ഹെവിയാണ് നമ്മുടെ ബാഗേജ് എങ്കിൽ മാക്സിമം അത് ക്യാബിനിലേക്ക് കൊണ്ടുപോകാണ്ട് ചെക്കിനായിട്ട് തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കുഞ്ഞുങ്ങളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്ലാൻ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം പാക്ക് ചെയ്യാൻ. കുഞ്ഞിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഒരു ഡൈപ്പർ ബാഗിലോ അങ്ങനെ എന്തെങ്കിലും കീപ്പ് ചെയ്യുക. നമുക്കും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ക്യാബിനിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ പാക്ക് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഫെസിലിറ്റീസ് നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എയർപോർട്ട്സിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻസിൽ, ഹോട്ടൽസിൽ, മോൾസിൽ എല്ലാം തന്നെ ബേബി കെയർ നമുക്ക് എല്ലായിടത്തും ഉണ്ടാവും. ബേബി കെയർ റൂംസ്. അപ്പോൾ നമുക്ക് അവിടെ ഫീഡിങ്ങിനും ഇപ്പോൾ ബേബിക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ആ ബേബി കെയർ റൂം യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് നേരത്തെ പ്ലാൻ ചെയ്യുക, അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. മൂന്നാമത്തെ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ക് ഫോർ ഹെൽപ്പ്. നമ്മൾ നോർമലി ഇപ്പോൾ ക്യൂ നിന്നാണ് പോകേണ്ടതെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മളവിടെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂ ബൈപ്പാസ് ചെയ്ത് പോകാനുള്ള പെർമിഷൻ അവർ തരും. അതുപോലെ തന്നെ ഓരോ ഫ്ലൈറ്റിലും എക്സൽ സീറ്റ്സ് അവൈലബിൾ ആയിരിക്കും. എക്സൽ സീറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ സീറ്റ്സ് ആണ്, കുറച്ചുകൂടെ ലെഗ് സ്പേസ് കാണും, നമുക്ക് കുഞ്ഞുമായിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പം നോർമലി അതിന് പേയ്മെൻറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഇൻ കേസ് അത് ഫ്രീ ആണെങ്കിൽ നമുക്ക് എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സീറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുഞ്ഞ് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഹെൽപ്സ് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ചോദിക്കുക. അടുത്ത ടിപ്പെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് യാത്ര ചെയ്യുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡിങ് ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങളുടെ ചെവി വേദനിക്കാൻ ചാൻസ് ഉണ്ട്, പ്രഷർ വ്യത്യാസം കാരണം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയങ്ങളിൽ അവർക്ക് ഫീഡ് ചെയ്യുക. എന്തെങ്കിലും ഇപ്പോൾ ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും ഫീഡ് ചെയ്യുക. അത് കണക്ക് അവരുടെ ചെവി മാക്സിമം നമ്മളിങ്ങനെ കവർ ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും വേദനിക്കാതെ തന്നെ നമുക്ക് അവരെ ആ യാത്രയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അവരെ എൻഗേജ് ചെയ്തിരുത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവരുമായിട്ട് കളിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക. അപ്പോൾ അവർ ഈ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും അവരെ അറിയത്തില്ല. അവർ കൂടുതലും ആ ഒരു കളിയിലങ്ങ് പോവും. അങ്ങനെ നമ്മുടെ ഈ ടിപ്സൊക്കെ ഉപയോഗിച്ച് നമ്മൾ വളരെ ഈസി ആയിട്ട് നിയാൻ ബേബിയെയും കൊണ്ട് ബാംഗ്ലൂരെത്തി. ഇനി ലാസ്റ്റ് ടിപ്പെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. പക്ഷേ അത് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ നമ്മൾ താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തെത്തണം. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണിനി. ഇതെന്ത് ട്രെയിനാണ്? ട്രെയിൻ പോകുന്നുണ്ടോ?
കിട്ടിയപ്പോൾ ബുക്ക് ചെയ്തു. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 27 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുന്നത് സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം 27 കിലോമീറ്റർ യാത്ര ചെയ്താലേ നമുക്ക് സെൻറ്ററിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്ന് നമുക്ക് ബാഗൊക്കെ വെച്ചിട്ട് വേണം അടുത്ത ഓരോരോ സ്പോട്ടായിട്ട് കണ്ടു തുടങ്ങാം. അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലം കനോപ്പി ഹൗസിലെത്തി. ഇത് എയർബിഎൻബി വഴി ബുക്ക് ചെയ്തതാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഫ്ലാറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബോണസ് ടിപ്പിലേക്ക് പോകാം. ബോണസ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കിച്ചണും കൂടെ ഉള്ള സർവീസ് അപ്പാർട്ട്മെൻറ്റ്സ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും ഇപ്പോൾ വെള്ളം ചൂടാക്കാനാണെങ്കിലും ഒക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് ഭയങ്കര കോസ്റ്റ്ലി അല്ലേ എന്ന്. പക്ഷേ ഒരിക്കലും അല്ല. നമ്മൾ ഇതുപോലത്തെ സർവീസ് അപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലെ എയർബിഎൻബിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ കേസിനെ നോക്കുവാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ നോർമൽ ഒരു ഹോട്ടൽ റൂംസ് നമ്മളിപ്പോൾ 2 റൂമായിട്ട് ബുക്ക് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കിയാൽ പോലും ഏകദേശം നമുക്ക് 10,000 അടുപ്പിച്ചൊക്കെ 3 ഡേയ്സ് സ്റ്റേ 10,000 അടുപ്പിച്ചിട്ടൊക്കെ വരും. പക്ഷേ അതേസമയം നമുക്ക് 3 ഡേയ്സ് സ്റ്റേ തന്നെ ഈ സർവീസ് അപ്പാർട്ട്മെൻറ്റിൽ ഓൾമോസ്റ്റ് 4,600 to 5,000 റേഞ്ചിൽ ഓഫേഴ്സ് ഉൾപ്പെടെ എയർബിഎൻബിയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കഴിയും. അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും ആക്ച്വലി കളിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അവർക്കും കുറച്ചുകൂടി അവർ വീട്ടിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും. അവരും നല്ല റിഫ്രഷ്ഡ് ആയിട്ട് നിൽക്കും. അവർ ഹാപ്പി ആയിരിക്കും. സോ ഈ ഒരു ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യാം. സോ നിങ്ങൾ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ സജസ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം കുഞ്ഞുങ്ങളുമായിട്ട് പറ്റുന്ന പോലെയൊക്കെ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. അത് അവർക്കും നമുക്കും ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ് ഭയങ്കര മനോഹരമായിരിക്കും. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു മൊമെൻറ്റ്സ് ഇനി ഒരിക്കലും കിട്ടത്തില്ല. സോ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ബാംഗ്ലൂർ ട്രിപ്പിലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ. Let's go.